പ്രിയ, വെൽക്കം ടു ഷൈ പെയിന്റിംഗ് തൈവാൻ. എന്താ ഇത്? തിരിച്ചു കാണിക്കട്ടെ എന്താ സംഭവം ഇത്. Hi guys, good morning and welcome to our new vlog. Another beautiful day in Taipei, Taiwan. And ഞാൻ ഇന്ന് നമ്മുടെ ഹോട്ടലിന്റെ റൂമിൽ നിന്ന് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോഴാണ് ശരിക്കും ഇവിടുത്തെ വ്യൂ കാണുന്നത്. കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻസ് ആണ്. പക്ഷെ അയ്യോ, ഇപ്പൊ കാണിച്ചുതരാം. വരുമ്പോ തന്നെ ബേർഡ്സ് ഒരു പാറ്റേണിൽ പറക്കുന്നു. കണ്ടാ, അടിപൊളിയല്ലേ? ഒരു ലവ് സിമ്പിൾ പോലെ തോന്നുന്നില്ല കുറച്ച്. സോ തൈവാൻ വിൽ ബി അവർ ലവ് കൺട്രി എന്നുള്ളൊരു ഇതായിരിക്കും. ബാക്കിൽ മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ഉണ്ട്. ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ, അമേസിങ് വെതർ. എനിക്ക് പേഴ്സണലി തോന്നുന്നത് നമുക്ക് നല്ലൊരു വെതറിൽ ഇങ്ങനത്തെ ഒരു ഇത്രയും അടിപൊളി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വെച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ചീപ്പസ്റ്റ് രാജ്യം ഇന്ത്യയിൽ നിന്ന് വരാൻ പറ്റിയ മേ ബി ഇറ്റ് ബി തൈവാൻ. ഇത് തൈവാനിലെ ഏറ്റവും സ്റ്റൈലിഷ് സ്ഥലത്ത് പോകുന്നത് കൊണ്ട് പ്രിയയും കുറച്ച് സ്റ്റൈലിൽ പോവാമെന്ന് വിചാരിച്ചു. ഹൈലൈറ്റ് എൻ്റെ വാങ്ങിക്കൊടുത്ത ഷൂസ് തന്നെയാണ്. ഒണിസുക്കയുടെ ഷൂസ് ആണ്. വേദുന്റെ സെയിം ഒണിസുക്ക. നോക്കട്ടെ ഷൂസ്. ഓ വാട്ട് എ സ്റ്റൈൽ. എല്ലാം ആക്സസറീസ്, ബാഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ വൈബ് മൊത്തം നമ്മള് എനർജിയിൽ ക്യാപ്ചർ ചെയ്യണം കേട്ടല്ലോ. ആവാഹിച്ചെടുക്കണം. വേദുവിന് മറ്റേ ക്ലോ മെഷീൻസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം മാതിരി. ഇത് മിക്കവാറും കൊറേ പൈസ അങ്ങനെ പോകും. നല്ലതാ. വേണമെങ്കിൽ കേട്ടാ, അത്രയും തണുപ്പില്ല. ഇന്നത്തെ വെതർ എങ്ങനെയുണ്ട് നോക്കട്ടെ. നേരെ കണി കാണുന്നത് 7-11 ആണ്. അത് സംഭവം തന്നെ കേട്ടാ. ഓ ആ സന്തോഷം നോക്ക്. ഇതിനെ കാട്ടി ഒരു പെർഫെക്റ്റ് വെതർ ഉണ്ടോ? തണുപ്പ് കൊണ്ട് ആ സമയത്ത് ഭയങ്കര തണുപ്പല്ല, വെയിലും ഇല്ല മഴയും ഇല്ല. ഇതാണ് എനിക്കിഷ്ടം. വെയിലും പാടില്ല, മഴയും പാടില്ല, തണുപ്പും വേണം, പക്ഷെ ഭയങ്കര തണുപ്പും പാടില്ല. അതാണ് തൈവാൻ മെയ്ഡ് ഫോർ പ്രിയ. വേദു ആൻഡ് പ്രിയ. ഇനി ഇവിടുത്തെ വേറെ അഡ്വാൻറ്റേജ് 4 മിനിറ്റ് നടന്നാൽ മതി മെട്രോ. നടന്നാ മതി. ഒരു മിസ്റ്റേക്ക് പറ്റി. മെട്രോ സ്റ്റേഷൻ നമ്മുടെ അവിടെ നിന്ന് 3 മിനിറ്റ് അല്ല. ഇത് നമ്മുടെ ഹോട്ടല്. നല്ല അടിപൊളി ഹോട്ടലാണ്. അതിന്റെ ഡൈനിങ് സ്പേസ് ഉണ്ടല്ലേ ബാക്കില്, അവിടെ ഇരുന്ന് കഴിക്കാം. ഇതാണ് മെട്രോ. ഇപ്പൊ മനസ്സിലായി 1000 രൂപ കൂടുതൽ കൊടുത്താൽ ഇങ്ങനത്തെ ഹോട്ടൽ എടുത്താലുള്ള ഗുണം. അതെ, മെട്രോ സ്റ്റേഷൻ അടിപൊളി അല്ലേ? എന്തൊരു സൗകര്യം ഇത്. ഡീപ്പ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഡീപ്പാണ് മെട്രോ സ്റ്റേഷൻ ഇവിടുത്തെ. എപ്പോഴും മെട്രോയില് വേദു റൈറ്റ് സൈഡിൽ നിൽക്കണം, ഈ സൈഡിൽ നിൽക്കണം മോൻ, ഈ സൈഡിൽ. എന്തൊരു സന്തോഷം. നല്ല മെട്രോ സ്റ്റേഷൻ അല്ലേ? കുട്ടികളുടെ ഈ തൈവാൻ മൊത്തം ഒരു കാർട്ടൂണിഷ് ഒരു ഹാപ്പി വൈബുള്ള സ്ഥലം അല്ലേ? നോക്ക്, ഇരിക്കൊന്നും വേണ്ട അതില്, വന്നേ ഇരിക്കാൻ പോകുന്നു. എന്താ പറയാ, ഇവിടുന്ന് നമുക്ക് കുട എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ആ കോയിൻ ഇട്ടിട്ട് കുട എടുത്തു കഴിഞ്ഞ് റെന്റ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവെക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ എല്ലാ സ്റ്റേഷനിലും ഉണ്ട്. അപ്പൊ വേറെ സ്റ്റേഷൻ കുടയും വേണ്ട ഇവിടെ. ഓ അതേ പറഞ്ഞ മെയ്ഡ് തൈവാൻ ഇസ് മെയ്ഡ് ഫോർ പ്രിയ. അതെ, ഇതാണ് നമ്മുടെ മെട്രോ കാർഡ്. 7-11 എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും. മസ്റ്റ് ബൈ ആണ്. ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പ്, ഇതിന്റെ ആപ്പ് ഉണ്ട് ക്ലൂക്ക്. ഇതിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാം, എയർപോർട്ടിൽ നിന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ എല്ലായിടത്തും ഇവിടെ നിന്നും ലിഫ്റ്റ് ഉണ്ട്. മറ്റേ ജപ്പാനിലൊക്കെ അത് കുറവാണ്, റഷ്യയിലെ പാടായിരുന്നു, യൂറോപ്പിലും പാടാണ്. ഇവിടെ എല്ലായിടത്തും ലിഫ്റ്റും ഉണ്ട്, മെട്രോന്റെ അകത്ത് എസ്കലേറ്റേഴ്സും ഉണ്ട്. ഫുൾ സെറ്റപ്പ് ആണ്. അല്ല, ജപ്പാനിൽ ഇത്രയും ലിഫ്റ്റ് കുറവാണ്. ചിലയിടത്തൊക്കെ നടന്നു കയറണം. ഇത് വയസ്സായിട്ടുള്ളവർക്ക് ഇരിക്കാനുള്ള ബെഞ്ചുണ്ട്. ഇരുന്നോ? അപ്പൊ എന്തായാലും ഇരിക്കാം. നല്ല മെട്രോ സ്റ്റേഷൻ ആണ് കേട്ടോ. അല്ലേ ഒരു പുതിയ ഒരു മെട്രോ ഒന്നും അല്ലെങ്കിൽ പോലും
മെട്രോ സ്റ്റേഷൻ ഭയങ്കര ക്ലീൻ ആണ്. അണ്ടർഗ്രൗണ്ടിലോട്ട് എല്ലായിടത്തും കളക്ഷൻ ഉണ്ട്. മെട്രോ നല്ല കിഡിലൻ ഫ്ലോറിംഗ്. നമ്മുടെ കൊച്ചി മെട്രോ ഒക്കെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ്. പക്ഷെ ഇത്രയും പഴയതായിട്ട് ഒരു അടിപൊളിയാണ്. ഷൗമിയാണ് സ്പോൺസർ. നല്ലതല്ല ഇത്രയും സ്പോൺസറിനെ കിട്ടി ഇത്രയും പരസ്യം ഇത്രയും ഇൻകം ഒക്കെ മെട്രോയ്ക്ക് കിട്ടുമല്ലോ. ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് നോക്കുക. അപ്പോൾ ഏത് എക്സിറ്റിൽ കൂടെ ഇറങ്ങിയാൽ എവിടെ പോകാമെന്ന് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എക്സിറ്റ് 1 എടുക്കുന്നത്. ഇവരുടെ മെയിൻ സ്ഥലം റെഡ് ബ്രിക്ക് ഹൗസ്. എങ്ങനെയുണ്ട് മെട്രോ സ്റ്റേഷൻ? അടിപൊളിയല്ലേ? എനിക്ക് കൊറിയയുടെ ഒരു ഫീല് മൊത്തം കിട്ടുന്നത്. പക്ഷെ ഫുഡൊക്കെ ഭയങ്കര വെറൈറ്റി ആണ്, ചീപ്പറാണ്. ഫോർ എക്സാമ്പിൾ ഇത്രയും നമ്മൾ കുറച്ച് ദൂരം വന്ന് 8 കിലോമീറ്റർ മെട്രോ ജേർണി 70 rupees അത്രേ ഉള്ളൂ. സോക്സ് വേണമെന്നല്ലേ പറയാ പറഞ്ഞത്. വന്ന ഉടനെ മെട്രോന്റെ അകത്ത് നോക്കിക്കോട്ടെ, കുറേ ക്യൂട്ട് ഷോപ്സ് ഉണ്ട്. ഫുഡ് തൊട്ട് ഹെയർ ആക്സസറീസ്, കോംബ് ആക്സസറീസ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. തൈവാന്റെ ക്വാളിറ്റി അല്ലേ? 4 സോക്സിന് 300 രൂപ, 120. സോ 120 300 ഇല്ല ആക്ച്വലി. ഇതെടുക്കല്ലേ? നല്ല ക്യൂട്ടാ. പ്രിയ, വെൽക്കം ടു ഷൈ പെൻഡിങ് തൈവാൻ. എന്താ ഇത്? തിരിച്ചു കാണിക്കട്ടെ എന്താ സംഭവം. The most happening place in Taiwan, guys. It is so full of vibe and energy and crowd and എന്താണ് I love Taiwan. അത് നോക്ക് വേദു. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഷൈ പെൻഡിങ് എന്ന് പറയുന്ന ഒരു ഷിംപാങ്ഡിങ് എന്നാണ് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. ഇവിടുത്തെ ഫസ്റ്റ് പെഡസ്ട്രിയൻ ഓൺലി സ്ട്രീറ്റ് ആണ്. സോ മ്യൂസിക്, ലൈവ് പെർഫോമൻസ്, ഷോപ്പിംഗ്, ഗുഡ് ഫുഡ്, വൈബ്, എനർജി എല്ലാം കൂടെ ഉള്ളതാണ്. സോ ഇങ്ങനത്തെ ഒരു വൈബ് ആൻഡ് ഫൺ ആൻഡ് എനർജി ആൻഡ് ഫുഡ് ആൻഡ് എല്ലാം ഫില്ല് ചെയ്ത ഒരു വ്ളോഗ് ആയിരിക്കും ഇത് നിങ്ങൾ കാണാൻ പോകുന്നത്. ക്യാമറയ്ക്ക് കുറച്ച് ഷെയ്ക്ക് കാണും, എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഈ ഷൈമെൻഡിങ്ങിന്റെ ഏരിയ ഡിസ്ട്രിക്റ്റ് ആണ് ഇതൊരെണ്ണം. ഇതിന്റെ ടൂർ തുടങ്ങുന്നത് ഈ കാണുന്ന റെഡ് ബ്രിക്ക് ഹൗസ് ആണ്. ഇതെന്താണെന്നറിയോ? 1908 ഇത് ജപ്പാന്റെ ഭരണത്തിലായിരുന്നു തൈവാൻ. അപ്പോൾ അന്ന് അവരിത് പണിതത് ഒരു മാർക്കറ്റായിട്ട്, പബ്ലിക് മാർക്കറ്റ്. ഇന്ന് എൻ്റെ അകത്ത് ഇവിടുത്തെ ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ്, ലോക്കൽ ഷോപ്പിംഗ് പ്ലസ് മ്യൂസിക്കൽ ഇവന്റ് പെർഫോം ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി ഒരു എന്താ പറയുന്ന ഒരു ലാൻഡ് മാർക്കാണ്. നമുക്ക് അകത്ത് കയറി ഇവിടുന്ന് തന്നെ തുടങ്ങാം. എന്താ സ്റ്റണ്ട് അയക്കുവാണോ? മിസ് ചെയ്ത ട്രാവല്? ഇതിന്റെ അകത്ത് എന്താ ബേക്കറിയും സംഭവങ്ങളൊക്കെയാന്ന് തോന്നുന്നു. സെക്കൻഡ് ഫ്ലോറിലാണ് മ്യൂസിക്കിന്റെ തിയേറ്റർ ഒക്കെ. ഇവിടെ ടോയ്ലറ്റ്സ്, പിന്നെ ഇതുപോലത്തെ ബേക്കറീസ്, കഫേസ്. അത് കൊള്ളാൻ പറയാം. കഫേ നോക്ക്, അടിപൊളി അല്ലേ? ഇത് എന്തായിരുന്നു ആക്ച്വലി പണ്ട് മാർക്കറ്റ് ആയിരുന്നു. ഫിഷ് മാർക്കറ്റ് ഒക്കെ പോലെ. പ്രിയ വിചാരിച്ചു ഇത്രേ ഉള്ളു മാർക്കറ്റ്, നമുക്ക് ഇവിടെ നിന്ന് പോവാം. നടക്ക്. തൈവാൻ അത്ര അടിപൊളിയൊന്നും അല്ലാതല്ല നാട്ടിൽ പറഞ്ഞോണ്ടിരുന്നത്. എന്ത് തൈവാൻ എന്നൊക്കെ നോക്ക്. പറഞ്ഞ നടക്ക് തൈവാൻ കണ്ട് ഞാൻ കുറെ പേരെ തൈവാനി വരുത്തിപ്പിക്കും. നോക്കിക്കോ, ഇനിയിപ്പോ എല്ലാവരും കേരളത്തിലുള്ളവരെല്ലാവരും തൈവാനിലേക്കായിരിക്കും അടുത്ത ഡെസ്റ്റിനേഷൻ. എല്ലാം ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ്. നോക്ക തവളേനെ നോക്ക്. തവള എക്സസൈസ് ചെയ്യുന്നു. ഇത് നോക്ക് തന്നെ പോകുന്നത് മെറിഗോ റൗണ്ട് പോലെ. ഇതൊക്കെ പാരീസിന്റെ. കേക്കിന്റെ കല്യാണം അല്ലേ? നൈസ്. സംഭവം കണ്ട ഇവിടെ വാ. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോ, ഈ തവളയുടെ. അപ്പൊ നമ്മൾ ഇതില് 2019 കൂടെ എൻട്രി ചെയ്ത പ്രൈസും വരും. അതിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഇതിൽ കൂടെ പ്ലേ ആവും. മനസ്സിലായി? ഇതൊക്കെ മ്യൂസിക്കൽ ബോക്സാ. അപ്പൊ നമുക്ക് സെയിൽസ് ഗേളിന് ആരുടെ ആവശ്യമില്ല. സോ ദിസ് ഇസ് ലൈക്ക് 2600 rupees ആ വുഡന് തവളയുടെ. ഇതെല്ലാം തൈവാനി സ്നാക്സിന്റെ ഒക്കെ ഷോപ്പ്. ഓൾ ക്യൂട്ട് സാധനങ്ങളല്ലേ? എന്റെ ഭാര്യനെ മോനെയും പോലെ അല്ലേ? സത്യം പറയാലോ, ഈ വ്ളോഗിൽ മാത്രമേ പൊക്കി പറയാറുള്ളൂ. എല്ലാ ഭാര്യമാരുടെ ഒരു വിചാരം, എല്ലാ ഭാര്യമാരും ചിലപ്പോ ഭർത്താക്കന്മാരുടെ അടുത്ത് വഴക്കും ഇടുന്നുണ്ടാവും. ദില്ലു ചേട്ടനെ നോക്കി പഠിക്കുന്നു. സത്യം പറയാലോ, നിങ്ങൾ അത് മനസ്സിലാക്ക്. ഈ വ്ളോഗിൽ മാത്രമേ ഉള്ളൂ ഈ പൊക്കി. ഡെയിലി വ്ളോഗ് ഉണ്ടല്ലോ, അപ്പൊ ഡെയിലി പറയാറുണ്ടല്ലോ. ഏത് റൈറ്റിലേക്ക് തിരിഞ്ഞു നോക്ക്. അതൊക്കെ ഇതിന്റെ ഒരു സെന്റർ കോർട്ട്യാർഡ് പോലെ. cafes, many cafes with this beautiful. രാത്രിയാകുമ്പോൾ ഇവിടെ ആലോചിച്ച് നോക്ക്, ആ ചൈനീസ് ലാന്റേൺസ് ഒക്കെ കത്തിച്ച്. വെരി നൈസ്. ബെസ്റ്റ് പാർട്ട് ഇസ് ദ ക്ലൈമറ്റ് അല്ലേ? നമ്മൾ വന്ന കറക്റ്റ് ടൈമാണ്.
സ്ട്രോബെറി മോച്ചി. സ്ട്രോബെറിയോ? അത് അരിയാണ്, പക്ഷെ അത് വെച്ച് ഷേപ്പ് ചെയ്തിട്ട് അകത്ത് സ്ട്രോബെറി ഫില്ലിങ്. ഓ വേണ്ട അല്ലേ, കഴിച്ചോക്ക്. ഓ വേണ്ട, വേണം കഴിച്ചോക്ക. ഇതിൻ്റെ അകത്ത് റെഡ് ബീന് ഏറ്റവും അടിയിലാണ്, അകത്താണ് സ്ട്രോബെറി, മുകളിൽ മോച്ചി. എല്ലാം കൂടെ കടിക്കണം എന്നാലേ അത് കിട്ടുള്ളൂ. കൊള്ളാവോ? ഐ നോ യു ലവ് മോച്ചി. അങ്ങനെ നമ്മൾ മാഡ്നസിലേക്ക് പോവാണ്. ഷോപ്പ് ഞാൻ പറഞ്ഞ എല്ലാം ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ഷൈമെൻഡിങ്. ഇതിൻ്റെ അകത്ത് കയറി ആദ്യമേ എന്നെ പ്രിയ ചോദിച്ച കാര്യം എന്താ, റെയിൻബോ സംഭവം എന്താന്നല്ലേ. ഇതെന്താ ഇങ്ങനെ ഏതോ ഫോട്ടോ പോയിന്റ് ആയത് എന്താ അറിയോ? ഏഷ്യയിലെ ഫസ്റ്റ് രാജ്യം ടു ലീഗലൈസ് ഗേ മാരേജ്. അത്രയും പുരോഗമനമായിട്ടുള്ള രാജ്യം തൈവാൻ. അപ്പോൾ അതിന്റെ സെലിബ്രേഷൻ ആയിട്ട് അന്ന് അവരിത് ഇട്ടതാ 2019. മനസ്സിലായോ? അത്രയും ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് തൈവാൻ. ഓ അവിടെ ഫോട്ടോ എടുക്കണം. കോഴീനെ പെറ്റായിട്ട് കൊണ്ടു നടക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു പെറ്റ് കിട്ടിയത് അല്ലേ? കേറാം, മാഡ്നസിലേക്ക് കേറാം. ഫുൾ പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആണ്. അതുകൊണ്ട് ആൾക്കാരുടെ പ്രശ്നങ്ങളോ ഒന്നും, ഐ മീൻ വണ്ടികളുടെ പ്രശ്നമോ ടൂ വീലേഴ്സിന്റെ പ്രശ്നം ഒന്നുമില്ല. ഡയറക്ട്ലി കയറി അങ്ങോട്ട് അടിച്ച് പൊളിക്കാം. അത് തന്നെ സംഭവം. ഇത് എവിടുന്ന് തുടങ്ങും? ഇവിടെ എന്ത് വ്ളോഗ് ചെയ്യാനാ, എന്തൊക്കെ കാണിക്കാനാ? ഇപ്പൊ എന്തിനാന്നറിയോ ഈ മൊത്തം ക്യൂ? എന്തിനാന്നറിയോ? ബെസ്റ്റ് ബബിൾ ടീ ഇൻ തൈവാൻ. സീരിയസ്ലി? ഇവരവിടെ ബബിള് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതെടുത്ത് നമ്മൾ പറയുമ്പോൾ ഇട്ട് തരും. സോ ബബിള് നല്ല ചൂടുമായിരിക്കും, ആ സമയത്ത് മറ്റേത് ഹോട്ടും ആയിരിക്കും. ബബിൾ ഇസ് ലൈക്ക് മെൽറ്റ് ഇൻ യുവർ മൗത്ത്. ചുമ്മാതാണോ? തൈവാൻ ബബിൾ ടീക്ക് ആണ് പോപ്പുലർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ബബിൾ ടീ കണ്ടുപിടിച്ചത്. ബബിൾ ടീയുടെ ഒറിജിൻ ഇവിടെയാണ്. എന്നിട്ട് ഞങ്ങൾ ബബിൾ ടീയുടെ ഫോട്ടോ ഇട്ടായിരുന്നു നിങ്ങൾ ഗസ് ചെയ്യാൻ വേണ്ടി. ആരും ഗസ് ചെയ്തില്ലോ. ആരും വിചാരിക്കില്ല. എല്ലാവരും മലേഷ്യ, ബാങ്കോക്ക് എന്നൊക്കെയാ ഗസ് ചെയ്തത്. സൈഡ് റോഡ്സ് ഉണ്ടല്ലോ മൊത്തം ഫുഡാ. ഇത് കണ്ടാവും കംപ്ലീറ്റ് ഈ ചെറിയ ചെറിയ ഫിംഗർ ഫുഡ്സും അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യമേ ഒന്ന് കറങ്ങി ഇറങ്ങി നടക്കട്ടെ. കുറച്ച് കാര്യങ്ങൾ ആദ്യമേ ഇവിടെ കാണിക്കാനുണ്ട്. ഇത് ഈ ഷോപ്പിൽ എന്തെടുത്താലും 250 രൂപ, $100 ഷോപ്പ്. ഇവിടെ $1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം നാട്ടിലെ 2.5 രൂപയാണ്. സോ എല്ലാം 250 റേറ്റ്, 260 റേറ്റ്, ആ റേഞ്ചിൽ വരുന്നത്. ഇത് കണ്ട എന്തായാലും അത് കയറണല്ല. ജപ്പാന്റെ ഷിൻജുക്കു, ജപ്പാന്റെ മെയിൻ ഏരിയ ആണ്. അതിൻ്റെ ഒരു ജാപ്പനീസ് പ്ലാസ എന്നൊക്കെ പറയാം. അകത്ത് കയറി നോക്കാം എന്തൊക്കെ കാണുന്നത്. ജപ്പാന്റെ ഓർമ്മ പുതുക്കാൻ പറ്റുമോ നോക്കാലോ. ഷൂസിന്റെ കേന്ദ്രമാണ്. ഇതൊക്കെ ഒറിജിനൽസ് ആണ്. ഒറിജിനൽ ഷൂസിന്റെ കേന്ദ്രമാണ്. എന്തെങ്കിലുമൊക്കെ ഷൂസ് ഞാൻ ഇവിടുന്ന് വാങ്ങുന്നതായിരിക്കും. ഇത് കണ്ട, ഇതും കൂടെ കാണിക്കാൻ എൻ്റെ അകത്ത് കൊണ്ടുവന്നേ. ഇത് കോസ്റ്റ്യൂംസ് ഇല്ലേ? യു ക്യാൻ റെന്റ് ദിസ് ആൻഡ് വെയർ ദിസ് ആൻഡ് വാക്ക്. What? It is not display. How can you wear this and Yeah, walk? but no one does it because it's so heavy. ഇത് റെന്റ് ചെയ്യാം അറിയോ? എന്നിട്ട് ഇത് ഇട്ടുകൊണ്ട് നടക്കാം. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടന്ന ആൾക്കാർ വിചാരിക്കില്ല ശരിക്കുള്ള അയൽമാനാണ്. അതെ. ഇത് വലിയവരുടെ ആടാ, കുട്ടികളുടെ അല്ല. പ്രിയ സാധനങ്ങൾ തുടങ്ങി. ക്ലോ മെഷീന്റെ ഒരു ഷോപ്പ് തന്നെ അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. എന്റെ പൈസ കൊണ്ട് കളയായിട്ട് വാ നോക്കാലോ ഒന്ന്. അയ്യോ, ഇതിലൊന്നും പ്രിയക്ക് വേണ്ടതില്ല. പക്ഷെ എന്നാലും പ്രിയക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കണം അല്ലേ? ഞാൻ വേദുവിന് വേണ്ടിയാ കളിക്കുന്നത്. വേദുവിന് ഇതിൽ വേണ്ട ഒന്നുമില്ല. എനിക്ക് വേണ്ടിയല്ല. ഓക്കെ തുടങ്ങിക്കോ. അതെ, ആ ഡൊണാൾഡ് ഡക്കിന്റെ മിക്കി മൗസിന്റെ ടവൽ കിട്ടിയാ യൂസ്ഫുൾ ആണ്. അതാ നല്ല ഫ്ലഫി ടവല. എടുക്കാൻ പറ്റുമോ? ഐശ്വര്യത്തോടെ തുടങ്ങ്. ആദ്യത്തെ 10 സെക്കൻഡേ ഉള്ളു. ഇനി പോയി. രണ്ടാമത്തത് സമയം കുറച്ചേ ഉള്ളേ. ഇല്ല, ഓ അതെ. ഇവിടുന്ന് ഇറങ്ങി അടുത്ത കളിക്കുന്ന സ്ഥലം. അത് കൊള്ളാട്ടാ. ഇനി ഇവിടെ നോക്കാം. അടുത്തത് ഇവിടെ പൈസ കളയാം. നോക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ഫ്ലോറിൽ അടുത്ത പൈസ കളയാനായിട്ട് വീണ്ടും മെഷീൻസ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്ര ക്രേസ്. കളയാൻ സുഖമല്ലേ? പോയ യു സോ മാഡ്. ഇപ്പൊ ഞാൻ പൈസ തരാത്തോണ്ടാണ് കളിക്കാത്ത. കംപ്ലീറ്റ് ഇതുപോലെ മാങ്ങ ജാപ്പനീസ് ആനിമേഷൻ ഫിഗേഴ്സിന്റെ ആണ്. ടോയ് ഷോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിചാരിച്ച് സാധാരണ ടോയ്സ്. ഇതൊക്കെ കളക്റ്റബിൾസ് ആണ്. എക്സ്പെൻസീവ് ആണ്. കണ്ടത് ഇതൊക്കെ ഏകദേശം ഒരു 20,000 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് ഓരോ ടോയ്സ്. ഇവിടുന്ന് ജപ്പാനിലൊക്കെ കൾച്ചേഴ്സ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഇതിന്റെ ക്രേസ്. എന്തല്ലേ വേറൊരു ലോകം തന്നെ അല്ലേ?
എനിക്ക് കുറച്ച് ജാപ്പനീസിന്റെ ഒരു ഇൻസ്പിറേഷൻ ഒരു സ്ഥലം പോലെ തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ക്ലോ മെഷീൻസും ഇവിടെ കാണുന്ന ഡ്രസ്സുകളും എല്ലാം ആ ഒരു ജാപ്പനീസ് തൈവാൻ അല്ല ചൈനീസ് കൾച്ചറിന്റെ ഒരു മിക്സ് ആണ്. അതെ, കളിക്കണ്ടേ? ഓരോ ഫ്ലോറിലും കളിക്കണം നമ്മള്. ഇവിടെ ഉണ്ടല്ലോ കൾച്ചർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് എല്ലാ ഷോപ്പിലും വലിയവരാ. അതേ പറയാൻ വന്നത്, കുട്ടികൾ വളരെ കുറവാ. ലക്ഷങ്ങൾ മുടക്കിയ അവരിത് എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യും. ഇത് കളക്റ്റബിൾസ് ആണ്. എനിക്ക് ക്രേസ് ഇല്ലാത്തത് ഭാഗ്യം, അല്ലെങ്കിൽ എത്ര ലക്ഷം ടോയ്സ് വാങ്ങി തീർച്ചാലേ അല്ലേ. ക്ലോ മെഷീൻ ഐസ്ക്രീം അതുവരെ ഉണ്ട്. അപ്പൊ അത് ട്രൈ ചെയ്യാം. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം കിട്ടൂലല്ലോ. അത് കിട്ടുന്ന ഏതായാലും എടുക്കോ. കോൾഡ് സ്റ്റോൺ ഇതൊക്കെയാണ്. തൈവാൻ കൊടയുടെ കട മൾട്ടിപ്പിൾ ഭയങ്കര ടെക്നോളജി ഒക്കെ ഉള്ള കൊടയായിരിക്കും. വാങ്ങിയല്ലോ ഒരെണ്ണം. എന്താ കൊടവാകാൻ പോകുന്നത്? അയ്യോ, എന്തായാലും കയറണം പ്രിയ. ജപ്പാനിൽ ഞാൻ ഇത്രയും ഷൂസ് വാങ്ങിക്കൊണ്ട് വരാനുള്ള കാരണം ABC മാർട്ടാ. നല്ല കിഡിലെ മോഡൽ. ഈ കാണുന്നത് 4 ഫ്ലോറ് ABC മാർട്ട്. എന്തെങ്കിലും നല്ല ഷൂസ് കാണും ഉറപ്പാ. നല്ല പ്രൈസിൽ കിട്ടും. ഈ കാണുന്ന ക്യൂ മൊത്തം ഇത് ഈ ഷോപ്പിനകത്ത് കയറാനാണ്. സെയിം മറ്റേ നമ്മൾ അത് കണ്ടോല്ലേ, മറ്റേ കളക്ടിങ് ഫിഗേഴ്സ് പോലത്തെ മൊത്തം ക്യൂ. ഇപ്പൊ അങ്ങ് വരെ പോവാട്ടെ, റോഡിന് അങ്ങ് വരെ. എന്തിനാ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാനായിട്ട്? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ചോദിക്കും വട്ടാണോ. നാട്ടിലാണെങ്കിൽ മറ്റേ നമ്മുടെ ബാലരമയിലെ ക്യാരക്ടർ ടിങ്കിളിലെ സുപ്പാണ്ടി, ഷിക്കാരി ശംഭു അതുപോലത്തെ ഒക്കെ ഇവരുടെ ക്യാരക്ടേഴ്സ് ആണ് ഇത്രയും ഇവർക്ക് പ്രിയകരമായിട്ട് അവർ ക്യൂയിൽ നിൽക്കുന്നത്. നിൽക്കുവോ? പിന്നെ ഭാര്യക്ക് വേണ്ടി ക്യൂ നിന്ന് വേൾഡിലെ ബെസ്റ്റ് ബബിൾ ടീ വാങ്ങാൻ നിൽക്കുവാണ്. അതെന്റെ വേദന ടോയ് ഷോപ്പിൽ കൊണ്ടുവന്നാണ്. അതാണ് സംഭവത്തിന്റെ പേര്. തൈവാനിലെ നമ്പർ 1 ബബിൾ ടീ പറഞ്ഞിരിക്കുന്നത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബബിൾ ടീ ആണ്. എത്ര പോപ്പുലർ ആണ് ഈ സ്ഥലം അറിയണമെങ്കിൽ മെമ്മറി ആയിട്ട് സ്റ്റിക്കർ വരെ തന്നിരിക്കുന്നു. ബാഗിലെടുത്തിട്ടോ. ആൻഡ് ഇത് ഫോട്ടോ പോയിന്റ് വരെയാണ്. ഇങ്ങനെയാണ് അവർ ചൂട് ബബിൾസ് ഉണ്ടാക്കുവാണ്. ഈ ബബിൾസ് എടുത്തിട്ട് അവര് നമ്മുടെ തൈവാനീസ് മിൽക്ക് ടീയിൽ ഉണ്ടാക്കും. ഈ ബബിളിലാണ് ഇതിനെ മൊത്തം ഇത്രയും അടിപൊളിയാവുന്നത്. ഇത് കണ്ടോ, ബെസ്റ്റ് ഫോട്ടോ സ്പോട്ട് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. ബെസ്റ്റ് സെല്ലിംഗ് ബ്രാൻഡ് ഓഫ് തൈവാനീസ് മിൽക്ക് ടീ ഇൻ ദ വേൾഡ് ബബിൾ ടീ. കണ്ടാ പ്രിയ? ഇരിക്കുന്നു നോക്ക് ബബിൾ ടീസ്. ഞാൻ കുടിച്ചു എന്റെ പ്രിയ. നോ ഇൻകംപാരബിൾ. അവരിവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ ദേ ആർ ഇൻകംപാരബിൾ. ഈ ബബിൾ ഉണ്ടല്ലോ, പ്രശ്നം എന്താ അറിയോ, ഇനി നമുക്ക് ഒരു ബബിൾ ടീ ഇഷ്ടാവൂല. പറ്റില്ല. ഒതന്റിക് ബബിൾ ടീ. ഒതന്റിക്കിന്റെ അപ്പുറം. കാരണം ഇതിന്റെ അകത്തുള്ള ബബിൾ ഉണ്ടല്ലോ, ഇറ്റ് ഇസ് വെരി സോഫ്റ്റ്. മിൽക്ക് ഇസ് വെരി തിക്ക്. വെറും ബ്രൗൺ ഷുഗർ ഈ മിൽക്കിൽ ഇട്ടിട്ടുള്ളൂ. വെറും ബ്രൗൺ ഷുഗർ. ആ ബബിള് വായി വെക്കുമ്പോൾ ചൂടാണ്. ഇറ്റ് ഇസ് മെൽറ്റ്സ്. ചവയ്ക്കണ്ട അല്ലേ? എന്റെ ഭാര്യയുടെ ഫേവറേറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ആ ഫുഡ് ഉണ്ടാക്കിയ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഭർത്താവ്. സൂപ്പർ അല്ലേ പറയാ. ആൻഡ് വേദുന് തൈവാനിലെ അനന്ത ഫേമസ് തിങ് തൈവാൻ ഫ്രൈഡ് ചിക്കൻ. അത് വേദുന്. ഇത് നല്ല സംഭവം തന്നെ. ഫ്രഷ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണെന്ന് ഇവർ കാണിച്ചു തരും. അതൊക്കെ പോയി ഇൻസ്പെക്ട് ചെയ്തല്ലേ. ആ മാവ ടാപ്പിയോക്ക ആണല്ലോ. ഇത് അവര് അങ്ങനെ തന്നെ അതിനകത്ത് വെക്കും. ഓ, അപ്പൊ അത് ഇങ്ങനെ ബോൾസ് ആയി എന്നിട്ട് അതാണ് ഇട്ട് കുക്ക് ചെയ്യുന്നത്. വേവിക്കും. ഷുഗറിലോ എന്തെങ്കിലും ഒക്കെ ഇട്ട് വേവിക്കുമായിരിക്കും. അതാണ് നമ്മൾ ആദ്യം മാവ് അതിനുള്ള മാവ് ഇടുന്നുണ്ട്. ഇതാണ് ബബിൾസ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇതുപോലെ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇടും. ഇവിടെ നോക്കാം, അത്രയും തിളക്കുന്ന വെള്ളത്തിലാണ് ഇടുന്നത്. അത് ഫൈനലായിട്ട് ഇതുപോലെ ബോബയായിട്ട് വരും. ഇവര് ഫ്രഷ്ലി മെയ്ഡ് ബോബാസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷെ അതിന്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. രാത്രി ആവുന്നതോറും വൈബ് കൂടിക്കൂടി വരുവാണല്ലോ പറയാ അല്ലേ? യൂണിക്ലോ ഉണ്ടല്ലോ, യൂണിക്ലോ അതാ കംപ്ലീറ്റ് ക്രൗഡ് ഇവിടെയാണ്. ടൂറിസ്റ്റും ലോക്കൽസും എല്ലാം. ഓ, ഇത് ഭയങ്കര ഫേമസ് ആട്ടാ. ഇതില് പോക്ക് ഡംപ്ലിങ്സ് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോമോസിന്റെ ഒരു സംഭവം. അതൊന്ന് പറ്റുമെങ്കിൽ ട്രൈ ചെയ്യണം. പ്രിയ, ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈറ്റ്സ് നോക്ക്. അത് എന്ത് ബിൽഡിംഗ് ആണെന്നറിയോ? പോലീസ് സ്റ്റേഷനാ. അത് ആൾക്കാരെ ഫ്രണ്ട്ലി ആയിട്ട് വെക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു വെച്ചിരിക്കുവാന്ന്. പോലീസ് സ്റ്റേഷനാ. ജസ്റ്റ് ഇമാജിൻ നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ലൈറ്റ് വെച്ച് എന്തായിരിക്കും അവിടെ വെക്കണല്ലേ? ക്രിസ്മസ് ട്രീ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാൻ. ഞാൻ പറഞ്ഞില്ലേ കോസ്റ്റ്യൂം റെന്റ് ചെയ്ത് നടക്കാൻ പറ്റുന്നു.
അതാണോ ഇതോ? ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ തിരക്ക് കഴിയുന്നേ ഇല്ല അല്ലേ? ഇല്ല, ഇതൊരു തൃശ്ശൂർ പൂരം പോലെ. എല്ലാ ദിവസവും നടക്കുന്ന തൃശ്ശൂർ പൂരം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആവുമ്പോ എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങുന്നു അല്ല? അതിന്റെ വീക്കെൻഡും കൂടി അല്ലേ? ഇവിടെ റെസ്റ്റോറൻറ്റ് ഒന്നും കാണിച്ചിട്ട് പോലും ഇല്ല. എത്ര റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് അറിയോ? കാൻഡീഡ് സ്ട്രോബെറി നമ്മളത് എവിടെയാ വാങ്ങിച്ചത്? എവിടെ കഴിച്ചിട്ട് ബുൾഡോഗ് വന്നു. അയ്യോ, ശരിക്കും പ്രിയയുടെ മുഖം. അയ്യടാ, കറക്റ്റ് പ്രിയ മൂഷാട്ട് പിടിക്കാനുള്ള മുഖം. എന്താ ഇത്? അതൊന്നും ചെയ്യുന്നില്ല നടക്കുന്നത്. അതത്ര അനുസരണയുള്ള ഡോഗാ. നോക്കാം മുഖം നോക്കാം. ഷാഡോ പോലെ ഉണ്ടെന്ന്. അമ്മേനെ പോലെ ഉണ്ടെന്ന് പറ. പറഞ്ഞവൻ അപ്പ പോലെ ഉണ്ടെന്ന്. അപ്പ ദേഷ്യം പിടിക്കുമ്പോ പോലെ ഉണ്ടെന്ന്. ചൂട് ചൂടാണോ? ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഞാൻ കണ്ടു. ഷുഗറും കണ്ടൻസ് മിൽക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. മധുരം ഉണ്ടോ? പുളിയുണ്ട്. മധുരം ഇല്ല? മധുരമുണ്ട്, പുളിയുണ്ട്. സ്ട്രോബെറിയുടെ പുളിയാ. പക്ഷെ വേദന അതല്ല വേണ്ടത്. നോക്കാം, ഇട്ട് നോക്ക്. ഇവിടെ മെഗാ യുദ്ധം നടക്കാൻ പോവാൻ തോന്നുന്നു കേട്ടോ. ഇന്ത്യ വേഴ്സസ് തൈവാനാണ് ഇവിടെ. ഒന്നുമില്ല. ഹലോ. അത് അത്യാവശ്യമായിരുന്നു. തലക്കിട്ട് 2 കൊട്ട് വേണമായിരുന്നു. ഇതാണ് എന്റെ ഞാൻ പറഞ്ഞ ദില്ലു എടുത്ത് അടിച്ചതാണ് എന്റെ തലയില്. ദില്ലുവിന് ഇപ്പൊ ആവശ്യമുള്ള ഒരു സാധനം ഞാൻ ഭാര്യയായിട്ട് ഗിഫ്റ്റ് ചെയ്തില്ല എന്നൊന്നും വേണ്ട. ഭയങ്കര നാറ്റം കിട്ടുന്നുണ്ടോ? അത് സ്റ്റിങ്കി ടോഫു എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ഇവരുടെ ഫേവറേറ്റ് ഫുഡാണത്. ഭയങ്കര ഒരു നാറ്റമല്ലേ? എവിടെയോ ദൂരെ അത് കുക്ക് ചെയ്യുന്നത്. ഈ തൈവാനിൽ വേറൊരു സംഭവം എന്താ പറയാ, നൈറ്റ് മാർക്കറ്റ്സ് ഭയങ്കരമാണ്. വേൾഡിലെ ബെസ്റ്റ് നൈറ്റ് മാർക്കറ്റ്സ് തൈവാനിലാണ്. അപ്പൊ നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അവിടെ പോകുമ്പോൾ മണം കിട്ടും. ആ ഫുഡ് പ്രിയ കഴിക്കും ചെയ്യും. ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെ വരും. ഇപ്പോഴാണ് ശരിക്കും ആ മണമുള്ള ക്യാമറ വേണ്ടത്. എല്ലാരും ടി ഓഫ് ചെയ്തിട്ട് ഓടിയാണ്. ഇവിടുത്തെ ഈ ഏരിയയിലെ ഏറ്റവും ഫേമസ് റെസ്റ്റോറന്റ് റാമൻ നാഗി എന്നാണ്. തിരക്കുണ്ടാവോ ക്ലോസ്ഡ് ആണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഗൂഗിളിൽ ക്ലോസ്ഡ് ആണ് കാണിക്കുന്നത്. എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റോറന്റ് ഓപ്പൺ ആണ്. വീണ്ടും എന്തായിരിക്കും ജപ്പാൻ പോലെ തന്നെ നല്ല നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ എന്തായിരിക്കും? നല്ല ക്യൂ ആണ്. ഇങ്ങനെ പോയി ക്യൂ കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ അകത്ത് കയറാൻ. അപ്പോഴേക്കും ക്ലോസ് ആവുമെന്ന് അറിയില്ല. റാമൻ കഴിക്കണം മക്കളെ. ജപ്പാൻ കഴിഞ്ഞിട്ട് ഏറ്റവും ക്രേവിന സാധനമാണ് ഈ റാമൻ. ജപ്പാനില് ഞാൻ ഏറ്റവും പ്രേമിച്ച ജപ്പാനോടുള്ള കാരണം റാമൻ. അത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിത്തരണ്ടേ? എന്തുകൊണ്ടാണ് ഈ ജപ്പാനോട് ഇത്രയും പ്രേമം എന്ന് അറിയണ്ടേ? അതിന് ഏറ്റവും ബെസ്റ്റ് റാമൻ ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. ഗായ്സ്, നമ്മുടെ റാമൻ വന്നിട്ടുണ്ട്. ഇത് തിക്ക് പോക്കിന്റെ ബ്രോത്ത്. ഓൾമോസ്റ്റ് 12 hours കുക്ക് ചെയ്താണ്. അതിൻ്റെ പോക്ക് മീറ്റ് കാണാം, ഗ്രീൻ ഓണിയൻസ് കാണാം. അതിൻ്റെ കൂടെ ഗ്രീൻ അണിയൻസ്, പിന്നെ ഇതെന്താന്ന് എനിക്കറിയില്ല, നൂഡിൽസ്. ഞാൻ സ്പൈസി പറഞ്ഞിരിക്കുന്നത്. പ്രിയയുടെ നോർമലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയക്ക് കഴിക്കാൻ പോകും. എഴുതിട്ട് പോയിക്കേ, ആ വഴി പോയിക്കേ. അതിൻ്റെ എഗ്, സോഫ്റ്റ് എഗ് ആയിരിക്കും കേട്ടോ. അത് ടീ എഗ് എന്ന് പറയും. ടീയിൽ മുക്കി കിടക്കുന്ന എഗ്. സോ അതിന്റെ അകത്ത് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. യോക്ക് കുറച്ച് ബ്ലാക്ക് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റാ ടീ എഗ്. ആദ്യമേ ബ്രോത്ത് മാത്രം ഒന്ന് കഴിച്ചു നോക്ക്. റാമൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? സൂപ്പ് പോലെ. ചൈനക്കാരും മണത്ത് കിടക്കുന്നതാണല്ലോ പ്രിയയുടെ പരിപാടി. ഓക്കെ, പിന്നെ സംസാരിക്കാം. കഴിക്കുക. എന്താ? ഞാൻ ഈ ബ്രോത്ത് മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇറ്റ് ജസ്റ്റ് ടേസ്റ്റ് ലൈക്ക് മീറ്റ് സൂപ്പ്. മീറ്റിന്റെ ഫുൾ ഫ്ലേവർ ആ സൂപ്പിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സോസാണ് ഇവരുടെ സ്പൈസി സോസ്. അത് ഞാൻ മൊത്തം ഒന്ന് മിക്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ നൂഡിൽസ് എടുത്ത്, നാമൻ കഴിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ നൂഡിൽസ് എടുത്ത് തള്ളണം വായില്.
ഒരു സിസേഴ്സും തന്നെ ഇടയ്ക്ക് വെട്ടാനായിരുന്നു. ഇല്ലില്ല, വെട്ടാൻ പാടില്ല. എന്നിട്ട് സൂപ്പ് കുടിക്കും. എന്നിട്ട് ഇപ്പുറത്തെ കൈ കൊണ്ട് ചുരുക്കം പറഞ്ഞാൽ 2 കൈയും ബിസി ആയിരിക്കണം. ബിസി ആയിരിക്കും. മീറ്റ് കണ്ട പൊടിഞ്ഞു പൊടിഞ്ഞു പോന്ന കണ്ട. ഗുഡ് പ്രോപ്പർ പോർക്ക് മീറ്റ്. Oh my god. Outstanding. 100% worth coming here. ഇത് പക്ഷെ ഗുണം എന്താണെന്നറിയോ? പ്രിയ മൊത്തം തീർക്കില്ല. എന്താ? അത് ശരിയാ. അപ്പൊ എനിക്ക് 1.5, പ്രിയക്ക് 1. ഒന്നല്ല, എനിക്ക് ഹാഫ്. ഓ, അത് ഞാൻ മറന്നുപോയി. ഫോർക്ക് തന്നിട്ടില്ല. ഞാൻ എങ്ങനെ നൂഡിൽസ് എടുക്കുന്ന എങ്ങനെയാന്ന് അറിയില്ല അല്ലേ? ഇതിങ്ങനെ പിടിക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയാണ് നൂഡിൽസ് കഴിക്കുന്നത്. അറിയില്ല അല്ലേ? അത് കഴിക്കുക. എനിക്ക് കാണണം. ഞാനാ പഠിപ്പിച്ചെന്ന്. എന്നിട്ട് ജപ്പാനിൽ പോയപ്പോ എന്തോ വലിയ ആളായി. ആശാനെ പഠിപ്പിച്ചു തന്നിട്ട് നൂഡിൽസ് കഴിച്ചത് തന്നെ. ആശാനെ എടുക്കാൻ അറിയില്ല. കട്ട് ചെയ്യാ കേട്ടാ. മുതലാളി പഠിച്ചു. എനിക്ക് അത്രയും നൂഡിൽസ് റാമെന്നെ കിട്ടാമെങ്കിൽ ഞാൻ ഒരു ഭാഗ്യവാനായല്ലേ. ഓ, അത് തന്നെ. ഒട്ടും കോൺഷ്യസ് ആകാൻ പാടില്ല രാമൻ കഴിക്കുമ്പോ. തെറിക്കണം, ചെറുത്ത് വെളിയിൽ പോണം, സ്ലേപ്പിംഗ് സൗണ്ട് വേണം. ഞാൻ വീണ്ടും പറയും, സ്ലേപ്പിംഗ് സൗണ്ട് കിട്ടിയ കിച്ചണിൽ അവര് ചില റെസ്റ്റോറൻ്റ് ഒക്കെ ക്ലാപ്പ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലേപ്പ് ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണെന്നാണ് സിമ്പിള്. അല്ലാതെ നാട്ടിലെ പോലെ സ്ലേപ്പിംഗ് സൗണ്ട് ബാഡാന്നല്ലേ. ഈ ഏഷ്യൻ ഭാഗത്ത് അങ്ങനെയല്ല. പറഞ്ഞില്ല, അകത്തൊരു ബ്ലാക്കിഷ് ഗോൾഡൻ ആയിരിക്കും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ വേറെ മുട്ട കഴിക്കില്ല. ഇങ്ങനെ ടീ ഒക്കെ മാത്രം പുഴുങ്ങിയത് 7-Eleven വാങ്ങാൻ കിട്ടും. ടീ ഒക്കെ നോക്കാം, കഴിച്ചു നോക്ക്. പിന്നെ അത് സോഫ്റ്റ് ബോയിൽഡും ആയിരിക്കും. ഭയങ്കര ഹാർഡ് ആയിരിക്കും. ലൈക്ക് ഭയങ്കര ടേസ്റ്റ് അല്ലേ? അതാണ്, ഭയങ്കര ഫ്ലേവറാണ്. കാലിയാണ് ഇത്. ഞങ്ങളുടെ അല്ല കേട്ടാ. പക്ഷെ ബ്രോത്ത് നമ്മൾ എല്ലാവരും കുടിക്കത്തില്ല. ഇങ്ങനെ കാലിയാക്കി വേഗം പോയാൽ തായ്വാനീസ് സ്പെഷ്യൽ ഡെസേർട്ട് കഴിക്കും. ഞാൻ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ 10 മണിയാകുമ്പോൾ അടയ്ക്കും കേട്ടോ. എനിക്കൊന്നും നമ്മുടെ നാട്ടിലും ബാക്കിയുള്ളടത്തൊക്കെ ആൾക്കാർ പോകുമ്പോഴാണ് നമ്മൾ സാധാരണ ഷോപ്പ് അടയ്ക്കുക. ഇവിടെ ഷോപ്പ് അടച്ചാലേ ആൾക്കാർ തിരിച്ച് വീട്ടിൽ പോകുള്ളൂ എന്ന് തോന്നുന്നു. കഷ്ടകാലത്ത് ഇതായിരുന്നു ഷോപ്പ്. ഇങ്ങനത്തെ ഒറിജിനൽ തായ്വാനീസ് ഡെസേർട്ട് ആയിരുന്നു. പക്ഷെ അവർ ക്ലോസ് ആയി പോയി ഇന്നത്തേക്ക്. ജസ്റ്റ് മിസ്. 5 മിനിറ്റ് പോലും ആയിട്ടില്ല. കുഴപ്പമില്ല, അതൊക്കെയുള്ള എല്ലാം അടിപൊളിയായിരുന്നല്ലോ ഇന്ന്. ഫുൾ ഡേ സൂപ്പർ ആയിരുന്നില്ലേ? ആ തായ്വാനീസ് വൈബ് കിട്ടിയില്ലേ? ഓക്കെ, റൂമിൽ പോവാം. ഒന്നുമില്ലെങ്കിൽ 7-Eleven വല്ല വാങ്ങാം ഡെസേർട്ട്. വാങ്ങാല. സൂപ്പർ ആയിരുന്നില്ലേ? ഇനി വരണോ ഇവിടെ? ഭയങ്കര വൈബ്. രാത്രി 11 മണിയായി. റഷ് നോക്കി ഇപ്പോഴും 11 നാളെ രാവിലെ എഴുതി വ്ളോഗ് ചെയ്യാൻ പോകാനുള്ള അറിഞ്ഞില്ല. ഓക്കെ, മാംഗോ ജെല്ലി അവിടെ എഴുതി കാണിക്കുന്നു. മതി, പോവാം. ഓക്കെ, അപ്പൊ നാളെ നമുക്കൊരു കിഡിലൻ അടിപൊളി വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ.